ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി എണീറ്റപ്പോൾ എൻ്റെ കണ്ണിൻ്റെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ. ഈ ഇൻഫെക്ഷൻ കാരണം ഞാൻ എപ്പോഴും ലീവ് എടുക്കുന്നുണ്ട്, കണ്ണിൻ്റെ ആണെങ്കിൽ മാറുന്നില്ല. അപ്പോൾ 2-3 ദിവസമായിട്ട് മിസ്സ് വരുമ്പോൾ പറയുന്നുണ്ട് എപ്പോഴും റെസ്റ്റ് എടുക്കട്ടാന്ന്. അപ്പോൾ ഞാൻ എടുത്തില്ലായിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മിസ്സ് പറഞ്ഞു ഇനി മാറി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ മമ്മിക്കാണെങ്കിൽ ഇന്നലെ ഞാൻ മമ്മീനായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലിൻ്റെ മമ്മിക്ക് കാണിച്ചപ്പോഴത്തേക്കും മമ്മിക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ്. മമ്മിനെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല, എനിക്കാണെങ്കിലും വയ്യ. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ജോലി ഞാൻ അങ്ങോട്ട് ഏറ്റെടുത്തിട്ടുണ്ട്, കാരണം വേറെ വഴിയില്ല. അപ്പം മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. മമ്മി മീനൊക്കെ വെട്ടി നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഇട്ട് പിന്നെ ഇഞ്ചിയും പച്ചമുളക് ഉണ്ടായിരുന്നില്ല, ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചും വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വഴറ്റി കഴിഞ്ഞപ്പോൾ ഇവിടെ പൊടികളൊക്കെ ഇടാൻ വേണ്ടി പോയി. അങ്ങനെ മഞ്ഞപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളകും പൊടി, കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മല്ലിപ്പൊടി, മുളകില്ലാഞ്ഞുകൊണ്ട് കുറച്ചധികം മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു എരിവിന് വേണ്ടിയിട്ട്. എനിക്ക് അലർജി ഒക്കെ ആയതുകൊണ്ട് കോൾഡ് ഉണ്ട്, അതാണ് ഞാൻ പറയുന്നത് തിരിയുന്നുണ്ടോ എന്നറിയില്ല. മസാലയൊക്കെ മൊരിഞ്ഞപ്പോഴത്തേക്കും മമ്മി കുടമ്പുളി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിലോപ്പി ആയിരുന്നു മമ്മി നേരത്തെ വെട്ടി എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൈ ആണെങ്കിലും മമ്മി മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായി. കറി മാത്രം എനിക്ക് വെച്ചാൽ മതിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മമ്മി വന്ന് എല്ലാം ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്, കാരണം ഞാനങ്ങനെ അടുക്കളയിൽ കയറാത്ത ആളാണ്. പിന്നെ പാകത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആണ്ടിൽ കൊല്ലത്തേക്ക് ഞാൻ അടുക്കളയിൽ കയറാറുള്ളൂ, പക്ഷേ കയറി കഴിഞ്ഞാൽ എനിക്ക് മടിയൊന്നുമില്ല കേട്ടോ, എല്ലാം ചട്ടപ്പടിയും ആയിക്കോളും. പിന്നെ ചെറിയൊരു ഡൗട്ടൊക്കെ ഉണ്ടാവും, അതേ മമ്മിനോട് പറഞ്ഞ് ഡീലാക്കും. അങ്ങനെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പാണെങ്കിൽ കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായി. എനിക്ക് ഈ ഉപ്പ് ഇടുമ്പോഴാണ് കുറച്ച് പേടി, കാരണം എനിക്കാണെങ്കിൽ അത് അധികം ഉപ്പ് ഇഷ്ടമല്ല. എനിക്ക് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും ഉപ്പ് വേണമെന്നായിരുന്നു. അതാണ് ഞാൻ കുറച്ചായിട്ടാണ് ഇടുന്നത്. എൻ്റെ കണ്ണും തടമൊക്കെ വീർത്തിരിക്കുന്നതാണ്, കാരണം എനിക്ക് അലർജി ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ഒട്ടും വയ്യ. പിന്നെ മമ്മിക്ക് വയ്യാത്തതുകൊണ്ട് ഇവിടെ വേറെ ആരും ചെയ്യാനില്ലാത്തതുകൊണ്ടും വേറെ വഴിയില്ലാത്തതുകൊണ്ടും ഞാനങ്ങനെ ഏറ്റെടുത്തതാണ്. വോയിസ് ഓവർ കൊടുക്കാൻ തന്നെ എനിക്ക് വയ്യ, എൻ്റെ ദൈവമേ. എനിക്കാണെങ്കിൽ അടുക്കളയിൽ കയറിക്കാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ പാത്രങ്ങൾ കത്തികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതപ്പം തന്നെ കഴുകി വെച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ ആരൊക്കെയാണെന്ന് പറയുമ്പോൾ കഴുകി കഴിഞ്ഞ് മേത്തായിരിക്കും കൈ തുറക്കുന്നത്, ഞാൻ അങ്ങനെയാണ്. പിന്നെ വേപ്പിലയുടെ പാത്രമൊക്കെ എടുത്തുകൊണ്ട് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറിക്ക് വേണ്ടി എടുത്ത ചെറിയ ചില്ലറ കുഞ്ഞു പാത്രങ്ങളൊക്കെ അതും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി അടുക്കളയുടെ സൈഡും കൂടെ ഒന്ന് ഒതുക്കി ക്ലീൻ ചെയ്യാനുണ്ട്, അത് കറി കുറച്ചാവുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ച്. എനിക്ക് ഈ ഉലുവാപ്പൊടിയും ഉപ്പിൻ്റെയൊക്കെ കണക്ക് മാത്രം കുറച്ച് പേടിയുണ്ടായിരുന്നില്ല, അതാണ് അത് മമ്മീനോട് ഞാൻ ചോദിച്ച് ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കി ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഉപ്പിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതുപോലെ തന്നെ ഉപ്പ് കുറച്ച് പിന്നെയും കുറവുണ്ടായിരുന്നു. പിന്നെ പുളിയും എരിവൊക്കെ എല്ലാം കറക്റ്റായിരുന്നേ. ഞാൻ അടുക്കളയിൽ കയറാറില്ലെങ്കിലും ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് പറയണില്ല, എപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കിയാലും അത് ശരിയാവാറുള്ളൂ. എല്ലാം നല്ല ടേസ്റ്റിന് തന്നെ കിട്ടും, ചിലപ്പോൾ മമ്മിയുടെ കൈപ്പുണ്യം ആയിരിക്കും. അങ്ങനെ കുറച്ച് ഉപ്പ് വേണ്ടത് ഞാൻ ഉപ്പും കൂടി കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു, കാരണം ഇത് കഴിഞ്ഞിട്ടാണ് ഇനി മമ്മി പുരട്ടി വെച്ചേക്കണ പിലോപ്പി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും മിക്സാക്കി അത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ എണ്ണ കുറച്ച് തിളച്ച് വന്നപ്പോഴത്തേക്കും മീൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ റെക്കോർഡ് ചെയ്തപ്പോൾ ഓണാക്കാൻ മറന്നുപോയിട്ടുണ്ടായി. പിന്നെ അപ്പുറത്തെ പാനിൽ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചു. ഞാൻ അത് പറഞ്ഞ പോലെ തന്നെ കിച്ചണിൻ്റെ സൈഡും ഞാനെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തേ. ഇത് ആക്ച്വലി ഒരു ഷോർട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചെങ്കിലും ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്തപ്പോഴും വീഡിയോ എഡിറ്റ് ചെയ്ത് തന്നപ്പോഴും ലോങ് വീഡിയോ ആയതിനാൽ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് എന്നേക്കും പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ വീഡിയോസ് കാണുന്നവർ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എൻ്റെ മമ്മിക്കാണെങ്കിൽ യൂട്യൂബ് ചാനലുണ്ട്, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അങ്ങനെ അടുക്കള സൈഡും ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി മീൻ വറക്കണയിലേക്ക് കിടക്കാം. അപ്പോൾ അതേ ബാക്കി എല്ലാ സ്ഥലം പാത്രങ്ങളാണെങ്കിലും സൈഡാണെങ്കിലും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി മീൻ കറിയും ഫ്രൈയും ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ അവിടെയും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ മീൻ വറുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായി. നമ്മുടെ മീൻ കറി ആണെങ്കിൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം മമ്മി ഇങ്ങനെ 2 ഇളക്ക് കേൾക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം മീനാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകാറും കയ്യിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കുറച്ച് പേടിച്ചാണെങ്കിലും അത് സെറ്റാക്കി. പിന്നെ ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് അടിച്ചും ഒതുക്കിയൊക്കെ ഇടാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരെ കണ്ണീന് വയ്യാത്തതുകൊണ്ട് നേരെ കിടന്നുറങ്ങി. പിന്നെ ഞാൻ എണീറ്റത് സന്ധ്യക്ക് 6:30 അപ്പം ഞാൻ ലഞ്ചാണെങ്കിലും കഴിച്ചത് കേട്ടോ, കാരണം ഭയങ്കര ക്ഷീണമാണ്, തലയും വേദന. ഈ കണ്ണിന് വന്നിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ എൻ്റെ പൊന്നു, തലയൊക്കെ വേദനയായിരിക്കും, കണ്ണാണെങ്കിൽ അതിനപ്പുറം വേദന. ഇനി ഡോക്ടറിൻ്റെ അടുത്ത് ഇന്ന് പോകാൻ വേണ്ടി പറ്റിയിരുന്നില്ല, ഡോക്ടർ ഇല്ലെന്ന് പറഞ്ഞായിരുന്നു. വിളിച്ചപ്പോൾ എമർജൻസി ലീവ് എടുത്ത് ഡോക്ടറെ കാണിക്കാനെല്ലാം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നാളെ പോകണം, എന്തായാലും മിസ്സ് മാറിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ കാരണം കുഴപ്പമില്ല. ഈ പണിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അപ്പം തന്നെ അടുക്കള ഭാഗവും പാത്രങ്ങളെല്ലാം അങ്ങോട്ട് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞൊരു സാറ്റിസ്ഫാക്ഷനും നല്ലൊരു സന്തോഷമൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ ഫ്രൈ ആണെങ്കിലും കറിയാണെങ്കിലും റെഡി ആയപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് കറിവേപ്പില കഴുകിയിട്ട് അതിൻ്റെ പൊക്കത്ത് കുറച്ച് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ അത് കഴുകി ഞാനതെല്ലാം കിള്ളിയെടുത്ത് നമ്മുടെ മീൻ കറിയിലും അതുപോലെ തന്നെ ഫ്രൈയിലും ഇട്ടിട്ടുണ്ടായി. നല്ല പിലോപ്പി കറിയും നല്ല പിലോപ്പി ഫ്രൈയും ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അനിയനെടുത്ത് പറഞ്ഞ് ചേച്ചി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സന്ധ്യക്കാണ് ഫുഡ് കഴിച്ചത്, എനിക്കും ഇഷ്ടപ്പെട്ടു. മമ്മിയുടെ കൈപ്പുണ്യം കിട്ടിയേക്കുന്നത് അതുകൊണ്ടാവാം അല്ലേ.
ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.